സോ ആദ്യമേ പറയാം, ഇത് തികച്ചും ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോയേ അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അടുത്തിടയിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ കഴിഞ്ഞ കുറേ പാറ്റേൺസ് വെച്ചിട്ടുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, എനിക്ക് തോന്നുന്നു മാർവൽ നല്ല രീതിയിൽ തന്നെ പേടിച്ചാണ് ഇരിക്കുന്നത്. കാരണം അവർക്ക് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം, നോവേ ഹോം, ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ അതേപോലത്തെ സിനിമയുടെയൊക്കെ ആ ഒരു എന്താ പറയുക വിജയം അല്ലെങ്കിൽ ആ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് അവർക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവർക്കിനി അത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവർക്ക് അവരുടെ ഒറിജിനൽ കാസ്റ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുള്ളൂ. കാരണം അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ കുറേ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മിസ് മാർവൽ, അതേപോലത്തെ ഷീ ഹൾക്ക് സീരീസ്, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മാർവലിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ പുതിയ സിനിമ ഇറങ്ങാൻ പോകുക തന്നെയാണ് ഈ ആഴ്ചയിൽ. അതും മാർവലിന് തികച്ചും കോൺഫിഡൻസ് ഇല്ലാത്തൊരു പ്രൊജക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. റീസെൻ്റ്ലി നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ട്രെയിലർ കാണാൻ സാധിച്ചത് കൊണ്ട് തന്നെ. സോ തികച്ചും ഒരു മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വെക്സ് എൻ്റർടൈൻമെൻറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് ഹരികൃഷ്ണൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ നമുക്ക് ഈ ഒരു വീഡിയോ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫാൻസ്, രണ്ട് സാച്ചുറേഷൻ, മൂന്നാമത്തെ ഫോമോ അല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. സോ നമുക്ക് ഫാൻസിലേക്ക് തന്നെ നമുക്ക് നോക്കാം. നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും എങ്ങനെയായിരുന്നു MCUവിൻ്റെ ഫാൻ ആയിട്ടുണ്ടായിരുന്നത്? എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒറിജിനൽ അയൺമാൻ്റെ സിനിമ മുതൽ തന്നെയായിരുന്നു ഞാൻ MCU എന്ന് പറയുന്നൊരു സാധനം തന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. യെസ്, ഒട്ടുമിക്ക എല്ലാവരും അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അയൺമാൻ്റെ സിനിമ മാത്രമേ കാണുകയുള്ളായിരുന്നു. ഞാൻ ബാക്കി ഇൻക്രെഡിബിൾ ഹൾക്കൊന്നും ഞാൻ കാണില്ലായിരുന്നു. ആൻഡ് അതിനുശേഷം നമുക്ക് ആ ഒരു ഒറിജിനൽ ഈ പറഞ്ഞ കാസ്റ്റിനെ വച്ചുകൊണ്ട് നമുക്ക് ആ ഒരു അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞ സിനിമ നമുക്ക് കിട്ടി. ഒട്ടുമിക്ക എല്ലാവരും മാർവലിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഫാൻസ് ആകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു മൊമെൻറ്റിലായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് വരെയും ഇങ്ങനത്തെ ഒരു ടീമപ്പ് നമ്മൾ കണ്ടിട്ടില്ല. അത് ആ ഒരു ടൈമിലെ ഒരു തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ഒരു ഐഡിയയും ആയിട്ടായിരുന്നു എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒത്തിരി ആൾക്കാർ ഇത് കോപ്പടിക്കാൻ ശ്രമിക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിനു മുമ്പ് DC ഈ ഒരു എന്താ പറയേണ്ട ക്രിസ്റ്റഫർ നോളൻ്റെ ആ ഒരു ട്രിയോളജിയൊക്കെ വെച്ച് DC ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും അവർക്കൊരു യൂണിവേഴ്സ് ഇല്ലായിരുന്നു. ഈ ഒരു യൂണിവേഴ്സിൻ്റെ കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെയാണ്. ആൻഡ് അത് നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ പറഞ്ഞ ഫാൻസ് ചേഞ്ച് ഓവറായി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫിനിറ്റി വാർ കഴിഞ്ഞ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം വന്നു. ആൻഡ് അതിൻ്റെ ഇടയിൽ മാർവൽ കുറേ ആവശ്യമില്ലാത്ത ഡിസിഷൻസും കാര്യങ്ങളും എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഒറിജിനൽ കാസ്റ്റുള്ള ആൾക്കാരെ കൊണ്ട് അവർക്ക് എന്താണെങ്കിലും ലൈഫ് ലോങ് എന്താണെങ്കിലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു ടൈം വരുമ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇവോൾവ് ചെയ്തേ സാധിക്കുകയുള്ളൂ. പക്ഷേ മാർവൽ എടുത്ത ഡിസിഷനാണ് അവിടെ തെറ്റായി പോയതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിനെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവരുടെയൊക്കെ ഫെമിനിൻ വേർഷൻസിനെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് നമ്മുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനാണെങ്കിലും മാർവൽ ടെലിവിഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര രീതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് ഒട്ടുമിക്ക ഫാൻസിൻ്റെ അടുത്ത് അത് വർക്കൗട്ട് ആയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വർക്കൗട്ട് ആയിട്ടില്ല. കാരണം വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സീരീസൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായി മാറേണ്ട തന്നെയായിരുന്നു. രണ്ടാമത് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പറഞ്ഞ ഡെയർ ഡെവിൾ പോലത്തെ ക്യാരക്ടേഴ്സിനെയൊക്കെ ഈ പറഞ്ഞ സീരീസിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു കിഡിലനായിട്ടുണ്ടായിരുന്ന ക്യാരക്ടറിനെ അവർ ഭയങ്കര അലമ്പാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പോയിന്റിലാണ് മാർവലിൻ്റെ ഫാനായിട്ടുണ്ടായിരുന്ന ആൾക്കാർ തന്നെ റീതിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ ഇത്രയേ പറയുള്ളൂ, പല ആൾക്കാരും എൻ്റെ 2-3 ഫ്രണ്ട്സ് എന്നോട് ബോയ്സ് സീരീസ് കണ്ടിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാർവലും DCയിലും ഞങ്ങൾക്ക് വേണ്ടിയിരുന്ന സാധനങ്ങളാണ് ബോയ്സിൽ കാണിക്കുന്നതെന്ന്. ഒബ്വിയസ്ലി. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ തന്നെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി മാർവൽ R-rated ആയിട്ടുള്ളൊരു സിനിമ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ. അതായത് പറഞ്ഞാൽ PG-13 മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അവർക്ക് ഓഡിയൻസിനെ കിട്ടുന്നില്ലെന്ന് അവർക്ക് മനസ്സിലായി. സോ അവർ ആ ഒരു ട്രാൻസിഷൻ ചെയ്തു. ഇനി ഇറങ്ങാൻ പോകുന്ന ഡെയർ ഡെവിൾ സീരീസും അത് R-rated ആയിട്ടുള്ളൊരു സീരീസ് തന്നെയാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് പോകാം, വിച്ച് ഈസ് സാച്ചുറേഷൻ. നമുക്കറിയാം, ഏതൊരു കാര്യവും ആദ്യം ഇറങ്ങുമ്പോഴത്തേക്കും ഒരു പുതിയൊരു ഐഡിയ ആണെങ്കിലും അതൊരു ന്യൂ ഐഡിയ ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതിറങ്ങിയ സമയത്ത് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു എന്താണ് സംഭവം. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും എന്ത് തേങ്ങ എടുത്താലും AI ആണ്. AI ഇല്ലാത്തൊരു സാധനമില്ല. അതാ ഞാൻ പറഞ്ഞത്,
സെയിം കാര്യം തന്നെയാണ് സൂപ്പർ ഹീറോ ജോൺറയിലും സിനിമാറ്റിക് യൂണിവേഴ്സിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവർക്ക് റൈവൽ DC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി തന്നെ സാച്ചുറേറ്റഡ് ആവുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോയ്സ് പോലത്തെ സീരീസ് എല്ലാം കുറച്ചും കൂടി റോ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ തുടങ്ങിയപ്പോൾ DCക്ക് തന്നെ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. അതാണ് DCയുടെ എക്സ്റ്റൻഡഡ് യൂണിവേഴ്സ് തന്നെ അവർ നിർത്തിപ്പോയിട്ടുണ്ടായിരുന്നത് തന്നെ. അപ്പോൾ മാർവലിലേക്ക് നമ്മൾ പിന്നെ നോക്കുകയാണെങ്കിൽ മാർവലിൻ്റെ കണ്ടന്റ് എല്ലാം സാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടന്റ് തന്നെയാണ്. കാരണം ഇതിനേക്കാളും നല്ല കണ്ടന്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ കൂടെ ഫെമിനിസം അവർ കുത്തിക്കയറ്റുന്നു. സോ ബേസിക്കലി ആൾക്കാർക്ക് തന്നെ ദിസ് ഈസ് ഇനഫ് എന്നുള്ളൊരു തോന്നൽ വരാൻ തുടങ്ങിയതായിട്ടാണ് എനിക്ക് ഈ ഒരു സാച്ചുറേഷൻ്റെ ആ ഒരു പാതയിലേക്ക് നോക്കിയാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് അതിനകത്ത് പുതിയ എന്തെങ്കിലും മാർവൽ ഇൻവെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. മാർവൽ ആ കൂടി നമുക്ക് ഡെലിവർ ചെയ്യുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ട നമ്മുടെ ഫാൻ ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ക്യാരക്ടേഴ്സിനെ അവർ പൊളിച്ചടുക്കി എന്താ പറയുക പുതിയ ആൾക്കാരെ കൊണ്ട് കാസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഒട്ടുമിക്ക ഫാൻസിൻ്റെ അടുത്തും അതെന്താണെങ്കിലും ശരിയായിട്ടുമില്ല. ഇനി മൂന്നാമത്തെ കാര്യം ഫോമോ. ഒരു രീതിയിൽ ഫോമോ എന്താണെങ്കിലും മാർവലിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർവലിന് ഫോമോ അല്ല ഉള്ളത്, അവർക്ക് നല്ല രീതിയിൽ തന്നെ ഫിയർ ആണുള്ളത്. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അല്ല, ഫിയർ ആണുള്ളത്. അതെന്ന് പറഞ്ഞാൽ നേരത്തെ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സെയിം സക്സസ് ഇനി ലഭിക്കില്ലെന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഇപ്പോൾ അവഞ്ചേഴ്സിൻ്റെ ഡൂംസ് ഡേക്കകത്ത് തന്നെ RDJയെ കാസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് ഏകദേശം അറിയാം. കാരണം ഒരു പ്രാവശ്യം ഇറങ്ങിപ്പോയ ഒരു ആക്ടറിനെ തിരിച്ചു കൊണ്ടുവന്ന ആ ഒരു നമുക്ക് പണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന ഓഡിയൻസിനെയും കൂടി തിരിച്ചു കൊണ്ടുവരാമെന്നാണ് മാർവൽ വിചാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് നമുക്കറിയാം റീസെൻ്റ്ലി ക്രിസ് ഇവാൻസിനെയും ആ ഒരു കാസ്റ്റിലേക്ക് അവരെന്താണെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്കാർലറ്റ് ജോഹാൻസൺ ആണെങ്കിലും അതുകൂടാതെ ജെർമി റെൻഡറൊക്കെ ആണെങ്കിലും അവരും പറയുന്നുണ്ട് നമ്മളോട് അവർ വീണ്ടും തിരിച്ചു വരുന്നുണ്ട് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ അല്ലെങ്കിൽ സീക്രട്ട് വാർസിലേക്ക് എന്നുള്ളൊരു കാര്യം തന്നെ. ഇതെല്ലാം സത്യം പറഞ്ഞാൽ അവർ വീണ്ടും ഫാൻസിനെ വിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ അടുത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ട്രെയിലർ. ഞാൻ നേരത്തെ പറഞ്ഞു ആസ് ഒരു മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ നിന്ന് ഞാനൊരു പ്രൊഡക്റ്റ് ഇറക്കിക്കൊണ്ടിരിക്കുക. അത് റിലീസ് ചെയ്യാൻ ഏകദേശം ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ ഇനി വരാനിരിക്കുന്ന പ്രൊഡക്റ്റിന് ഞാൻ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. ഞാൻ ആ പ്രൊഡക്റ്റ് ഇറങ്ങി കഴിഞ്ഞിട്ട് എന്താണെങ്കിലും ഒരു ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഞാൻ എന്താണെങ്കിലും എൻ്റെ പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള പ്രൊമോഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിയാൽ നേരെ തിരിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. കാരണം അവർക്കറിയാം ക്യാപ്റ്റൻ അമേരിക്കയുടെ പുതിയ സിനിമ നമുക്ക് ഒത്തിരി പേർക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ സാമിനെ പിടിച്ചിട്ട് ക്യാപ്റ്റൻ ആക്കുന്നു. ആൻഡ് ഈസ് ഹി വർത്തി എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. മറ്റേ സീരീസിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് പഴയ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഫിലിം, അതായത് വിന്റർ സോൾജർ പോലത്തെ കിടിലൻ സിനിമകളുടെയൊക്കെ അത്രയും വിജയത്തിലേക്ക് എത്തുമെന്ന് വെച്ചാൽ എന്താണെങ്കിൽ എനിക്കും തോന്നുന്നില്ല. ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ മാർവലിനും ഉണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് കുറച്ചു എന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് എത്തിയപ്പോൾ CGയുടെ കാര്യങ്ങളെല്ലാം അവർ കുറച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്കറിയാം ഇപ്പോൾ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ട്രെയിലർ വരെ ഇറക്കിയത് ഓക്കെ ഇൻ കേസ് ക്യാപ്റ്റൻ അമേരിക്ക ഫ്ലോപ്പ് ആണെങ്കിൽ തന്നെ ഞങ്ങളുടെ പുതിയൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. അതായതെന്ന് പറഞ്ഞാൽ ഫെൻറ്റാസ്റ്റിക് ഫോർ വരുന്നുണ്ട്, അതിനകത്ത് ഗലാക്ടസ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ലാസ്റ്റ് ടീസും കൂടിയൊക്കെ അവർ കാണിച്ചതിൻ്റെ റീസൺ എനിക്കിത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇൻ കേസ് അത് ഫെയിൽ ആവുകയാണെങ്കിൽ തന്നെ നമ്മൾ ആസ് ഒരു ഫാൻസ് എന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ വിചാരിക്കരുത് അയ്യോ ഇതും തോറ്റു, അതായത് ഈ സിനിമയും ഫ്ലോപ്പായി ഇനി എന്ത്. അതിന് വേണ്ടിയിട്ടാണ് അവർ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ട്രെയിലർ ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇറക്കിയതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് ഇനി ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ട്രെയിലറിലേക്ക് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ഇറങ്ങിയിട്ടിപ്പോൾ ഞാൻ ലാസ്റ്റ് നോക്കിയ സമയത്ത് ഏകദേശം 18 മില്യൺ അതിൻ്റെ വ്യൂസ് എത്തിയിട്ടുള്ളൂ. ആൻഡ് ക്യാപ്റ്റൻ അമേരിക്കയുടെ 2 മാസമല്ല 1 മാസം മുമ്പ് ഇറങ്ങിയ ട്രെയിലറിന് പറഞ്ഞാൽ 18 മില്യൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിക്കണം എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ആ ഒരു സിനിമയുടെ ആദ്യത്തെ ട്രെയിലറാണ്. ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നൊരു വീഡിയോ ഏതെങ്കിലും ഒരു സിനിമയുടെ ആദ്യം ഇറങ്ങാൻ പോകുന്ന ടീസറിനും അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിലറിനുമാണ്. ആൻഡ് 18 മില്യൺ ഭയങ്കര കുറവാണ്. അതിവിടെ യൂഷ്വലി TV സ്പോട്ട് ഇട്ടീന വരെ കിട്ടുന്ന വ്യൂസാണ്. ആൻഡ് ഫെൻറ്റാസ്റ്റിക് ഫോറിന് ആ കൂടി 18 മില്യനെ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഫാൻസ് ഇപ്പോൾ ഒരു രീതിയിൽ ദേ ഡോണ്ട് കെയർ. കാരണം അവർക്ക് നല്ല സിനിമകളാണ് വേണ്ടത്, അതെന്താണെങ്കിലും അവർക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നില്ല. സോ ഈ ഒരു പാറ്റേൺ ആണ് എനിക്കിപ്പോൾ റീസെൻ്റ്ലി ഞാൻ മാർവലിനെ കുറിച്ച് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ശരിയോ തെറ്റോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ഇത് ആസ് എ ഫാൻ എനിക്ക് DC ഇഷ്ടമാണ്, എനിക്ക് മാർവലും ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ അവർ പോകുന്ന ഡിസിഷൻസ് അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് എന്താണെങ്കിൽ യോജിക്കാൻ പറ്റുന്നില്ല. നമുക്ക് പ്രതീക്ഷിക്കാം വാലന്റൈൻസ് ഡേയുടെ അന്ന് സാം വിൽസൺ
കപ്പടിക്കട്ടെ അല്ലെങ്കിൽ പുള്ളിക്കാരൻ തകർക്കട്ടെ എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുക. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഹോപ്പ് ഇല്ലാത്ത സിനിമ തന്നെയാണ് പുതിയ ഇറങ്ങുന്ന ക്യാപ്റ്റൻ അമേരിക്കയുടെ സിനിമ. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഹൈപ്പ് പോലും എനിക്ക് തോന്നുന്നില്ല, സത്യം പറയാലോ. അതിനേക്കാളും കൂടുതൽ ഹൈപ്പ് എനിക്ക് എന്താണെങ്കിലും ലാലേൻ്റെ L2 കാണാൻ വേണ്ടിയിട്ടുണ്ട്. അത് മാത്രമാണ് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള സിനിമ എന്നെ സംബന്ധിച്ച്. സോ നമുക്ക് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ. നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള കമൻറ്റ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും, അതുകൂടാതെ നമ്മുടെ HRK വ്ളോഗ്സിലും നിങ്ങൾക്ക് അത് അവൈലബിൾ തന്നെയായിരിക്കും. സോ ടൈം കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് അതിനകത്ത് കൊണ്ടുവരാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. പുതിയ ടോപ്പിക്സോ ഐഡിയാസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഞാനായിട്ട് പങ്കുവയ്ക്കാവുന്ന തന്നെയാണ്. പിന്നെ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാം, ആൻഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ ഇന്ന് മുതൽ നമ്മൾ എന്തായാലും ഒരു 4K വരെ ക്വാളിറ്റിയുള്ള വീഡിയോസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വീഡിയോയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഓഡിയോയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. ഗൈസ് സ്റ്റേ സേഫ്, ഗൈസ് സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.